നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ, ലാമിനെ യമാൽ, റഫീഞ്ഞ, ജോയൻ ഗാർഷ്യ, പെഡ്രി, കിമ്മിച്ച്. 2025 ശരിക്കുമുള്ള ടീം ഓഫ് ദി ഇയർ ഇതാണെന്ന് പറയാം. അല്ല, അത് പിന്നെ sofascore.com തയ്യാറാക്കിയ ടീം ഓഫ് ദി ഇയർ ആണ്. കൃത്യമായ കണക്കുകളും ഡാറ്റകളും താരങ്ങളുടെ പ്രകടനം അനലൈസ് ചെയ്തും അവതരിപ്പിക്കുന്നതാണ്. ഇതാണ് ശരിക്കും ടീം ഓഫ് ദി ഇയർ. നോക്കാം നമുക്ക് ആരൊക്കെയാണ് 2025 ടീം ഓഫ് ദി ഇയറിൽ sofascore.com ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ടീം ഓഫ് ദി ഇയർ ആണ്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, FC ബാഴ്സലോണയുടെ ജോയൻ ഗാർഷ്യ എസ്പാനിയോളിൻ്റെ താരമായിരുന്നു. പിന്നെ ബാഴ്സലോണയിലേക്ക് എത്തി മികച്ച പ്രകടനം അവിടെയും തുടരുകയാണ്. ടെർ സ്റ്റെഗനെ ബെഞ്ചിലാക്കിയില്ലേ. സോ ജോയൻ ഗാർഷ്യ 7.48 അദ്ദേഹത്തിന് പോയ വർഷം നൽകുന്ന റേറ്റിംഗ്, ആവറേജ് റേറ്റിംഗ്. അദ്ദേഹമാണ് ഗോൾ കീപ്പർ. ഡിഫൻസ് നോക്കുക, വേർജിൽ വാൻ ഡൈക്ക് ലിവർപൂളിൻ്റെ, നെതർലൻഡ്സിൻ്റെ വേർജിൽ വാൻ ഡൈക്ക് 7.32 അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുത്തിരുന്നത്. ഒപ്പം ജർമ്മൻ താരം ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരം ഷ്ലോട്ടർബെക്ക്, അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന 7.36 റേറ്റിംഗ് ആണ്. ഒപ്പം തന്നെ മറ്റൊരു ബൊറൂസിയ ഡോട്ട്മുണ്ട് താരം ആൻഡണുമുണ്ട്, കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 7.28. മധ്യനിരയിലേക്ക് വരുമ്പോൾ ജോഷുവ കിമ്മിച്ച്, ബയൺ മ്യൂണിക്കിൻ്റെ താരത്തിന് നൽകുന്ന റേറ്റിംഗ് 7.81. അദ്ദേഹത്തോടൊപ്പം FC ബാഴ്സലോണയുടെ മധ്യനിരയിലെ മാന്ത്രികൻ പെഡ്രിയുടെ റേറ്റിംഗ് 7.73. ഇനി ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് മികച്ച പ്രകടനം തുടരുന്ന പോർച്ചുഗീസ് താരം, 7.73 റേറ്റിംഗ്. ഒപ്പം ഒലീസെ, ബയൺ മ്യൂണിക്കിൻ്റെ താരം, 7.92 റേറ്റിംഗ്. മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് 2 ബാഴ്സലോണയുടെ താരങ്ങൾ, അവരുടെ ചിറകിലേറിയല്ലേ ബാഴ്സ പറക്കുന്നത്. ഇരു പാർശ്വങ്ങളിൽ റഫീഞ്ഞയും ലാമിനെ യമാലും. റഫീഞ്ഞയുടെ റേറ്റിംഗ് 7.52 യമാലിൻ്റെ റേറ്റിംഗ് 7.81. ഗോളടി വീരൻ കിലിയൻ എംബാപ്പെ 7.98 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇതാണ് ശരിക്കുള്ള ടീം ഓഫ് ദി ഇയർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.